പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ചൊല്ലുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിന്ന യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്നും നിങ്ങൾ കാണുന്ന മിസ്രയീമിനെ ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരുപ്പീൻ. ഇവിടെ മോശ ധൈര്യത്തോടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിന്ന യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇവിടെ ഇസ്രായേൽ ജനം ഫറവോൻ, നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമകളായിരുന്നു. തന്റെ ജനത്തെ മോശയിലൂടെ ദൈവം പുറപ്പെടുവിച്ചു. എന്നാൽ മരുഭൂമിയിൽ വെച്ച് ചെങ്കടൽ മുമ്പിൽ വെച്ച് ചെങ്കടൽ പിളർന്നാലേ ഈ ജനത്തിന് അപ്പുറത്ത് കടക്കുവാൻ കഴിയുള്ളൂ. പക്ഷെ എന്നാൽ പുറകിൽ വരുന്ന ഫറവോനും സൈന്യവും ഇവരെ ആ ചെങ്കടലിൽ കൊന്നു കളയുമെന്നൊരു ഭയം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഇസ്രായേൽ ജനം ഭയപ്പെട്ട് മോശയോട് സംസാരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ മോശയുടെ ധൈര്യത്തോടെയുള്ള പ്രതികരണമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇവിടെ പറയുകയാണ്, പ്രശ്നങ്ങൾ ഇസ്രായേൽ ജനത്തിന് നേരെ കടന്നു വന്നപ്പോൾ മോശ പറയുക, നിങ്ങൾ ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം എന്ന് പറയാൻ. ഒക്കെ പ്രിയരെ, ഈ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല. നമ്മുടെ അകത്ത് ഭയം വന്നാൽ നമുക്ക് ഒന്നിലും വിശ്വാസം ഉണ്ടാകത്തില്ല. നമ്മുടെ അകത്ത് ഭയം വന്നു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന ആ അത്ഭുതം പോലും പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഭയം നമ്മെ ഉറപ്പിച്ച് നിർത്തത്തില്ല. ഹല്ലേലൂയ. ആകുലമായിരിക്കുന്ന നമ്മുടെ മനസ്സ് ആകുലപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് മോശ ജനത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് ദൈവം രക്ഷ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. നിങ്ങൾ ദൈവത്തിങ്കൽ ഉറച്ചു നിന്നാൽ മാത്രമേ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. എന്നിട്ട് പറയും, ഇന്ന് നിങ്ങൾ കാണുന്ന മിസ്രയീമിനെ ഒരു നാളും കാണുകയില്ല. മോശ വിശ്വാസത്തോടെ അദൃശ്യനായ ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കി മോശ പറയുകയാണ്, ഹല്ലേലൂയ, ഇന്ന് നിങ്ങൾ കാണുന്ന മിസ്രയീമിനെ കാണത്തില്ല. കാരണം ദൈവം തന്റെ ജനത്തെ ആ സാഹചര്യത്തിൽ നിന്ന്, അവരുടെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുമെന്ന് മോശയ്ക്ക് അറിയാം. ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ ഈ വിഷയത്തിൽ അവർ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ദൈവത്തിന് മാത്രമേ ഈ സാഹചര്യത്തെ വിടുവിക്കാൻ കഴിയുന്ന മനസ്സിലാക്കിയ മോശ ആത്മാവിൽ പറയുകയാണ്, നിങ്ങൾക്കൊരു രക്ഷയുണ്ട്, അത് നിങ്ങൾ കാണണമെങ്കിൽ ഉയർച്ചു നിൽക്കണം. 2 നിങ്ങളുടെ പുറകെ വന്ന ഈ മിസ്രയീമിൽ എന്ത് ചെയ്യുക? ഇന്ന് അവർ ശക്തിയോട് വന്നാൽ അവരുടെ ശക്തി ക്ഷയിച്ചു പോകാനുള്ളതാണ്. ദൈവം അവരുടെ ശക്തി ക്ഷയിപ്പിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരിക്കലും കാണുകയില്ല. ഇവരുടെ ഈ മിസ്രയീമിന്റെ ശക്തിയും അവർ നിങ്ങളെ കൊന്നു കളയും, അല്ലെങ്കിൽ ഉടുക്കി കളയും എന്നുള്ള ഭയവും ഉള്ള നിങ്ങളുടെ അകത്ത് എന്ത് ചെയ്യണം? ദൈവം നിങ്ങൾക്ക് രക്ഷ നൽകാൻ പോകുക എന്നൊരു അതിശക്തമായ പ്രവൃത്തി, അതിശക്തമായ ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ മിസ്രയീമിനെ നിന്നെ ജയിക്കാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇവർ നമുക്ക് മീതെ കടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ മിസ്രയീമിന്റെ ദൈവം എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. യഹോവ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? നിങ്ങൾക്ക് യുദ്ധം ചെയ്യും, നിങ്ങൾ മിന്നാതിരിക്കുവിൻ എന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. ഇസ്രായേൽ ജനം മറുതലിപ്പിന്റെ ആത്മാവാണ്, മറുതലിപ്പാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി, ദൈവം അനേക അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടും അവർ പിന്നെയും ദൈവത്തോട് മറുതലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് അറിയാം, ഹല്ലേലൂയ, ദൈവം പുറപ്പെടുവിച്ച സംവാദകൻ മിസ്രയീമിൽ ഇറങ്ങിയിട്ടും തൻ്റെ ജനത്തിൽ ഒന്നിനു പോലും ഒരു കുറവ് വരാതെ സകലത്തെയും പുറത്തു കൊണ്ട് ദൈവത്തിന് ഈ ചെങ്കടലിൽ നിന്ന് ഇവരെ വിട്ടയക്കാൻ അറിയില്ല. പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക? ഈ ജനത്തെ ഈ ദൈവത്തെ ഇവർക്ക് വിശ്വാസമില്ല, ഈ ദൈവത്തെ ഇവർക്ക് ഭയമില്ല. ഹല്ലേലൂയ. നോക്കുക, ഭയപ്പെടേണ്ട എന്ന സാഹചര്യത്തിൽ മോശ സംസാരിക്കുകയാണ്. നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം ദൈവം മാത്രമാണ് എന്ത് ചെയ്യുക? ഹല്ലേലൂയ, സഹായിക്കാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം?
നിങ്ങൾ മിണ്ടാൻ നിൽക്കുക, നിങ്ങൾ നിശ്ചലമായി നിൽക്കുക എന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഉറച്ചു നിൽക്കാനൊരു മനസ്സ് നമുക്കുണ്ട്. നിരാശയായി നിങ്ങളെ താഴേക്ക് തള്ളിയിടുവാനും നിശ്ചലനായി നിൽക്കുവാനും ദൈവം അനുവദിക്കത്തില്ല. ഭയം നിങ്ങളെ എന്ത് ചെയ്യും? പിൻവാങ്ങുവാൻ പ്രേരിപ്പിക്കും. ക്ഷമയില്ലായ്മ നിങ്ങളെ എന്ത് ചെയ്യും? ഹല്ലേലൂയ, ക്ഷമയില്ലായ്മ എന്ത് ചെയ്യും? നിങ്ങൾ അകത്ത് വന്നുകൊണ്ടിരിക്കും. ചെങ്കടലിൽ വിഭാജിക്കപ്പെടുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ എന്ത് ചെയ്യുക? ദൈവം ഇസ്രായേലിന് പറഞ്ഞതുപോലെ തന്റെ പദ്ധതി വെളിപ്പെടുത്തുമ്പോൾ നിശ്ചലമായി നിൽക്കുവാനും നിശബ്ദമായി പാലിക്കുവാനും നമ്മോടും കൂടെയാണ് ദൈവം പറയുന്നത്. ഇവിടെ പറയുക, യഹോവയുടെ രക്ഷ കാണുക. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യുന്ന മോശയ്ക്ക് അറിയില്ല. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാം? അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് മോശയ്ക്ക് അറിയായിരുന്നു. ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുമെന്നും, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തെ ദൈവം രക്ഷിക്കുമെന്നും, ദൈവം തന്റെ ജനത്തെ എതിരായി നിൽക്കുന്ന ശത്രുക്കളെ നശിപ്പിക്കുമെന്ന് എന്ത് ചെയ്യാം? നശിപ്പിക്കുമെന്നും ദൈവത്തിന് മോശയ്ക്ക് അറിയാമായിരുന്നു. യഹോവ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? യുദ്ധം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്ന പാലിക്കുന്ന ചില എന്ത് ചെയ്യാ വാഗ്ദത്തങ്ങളുണ്ട്. വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ചു നിങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ രക്ഷ കാണും. ഇന്ന് കാണുന്ന മിസ്രൈമെ നിങ്ങൾ നീ കാണത്തില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമുക്ക് വാഗ്ദത്തമാണ് അവിടെ കൊടുക്കുവാൻ. പ്രിയപ്പെട്ടവർ, നമുക്കും എന്ത് ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം നൽകി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ വരുന്ന, നിങ്ങളെ പിന്തുടരുന്ന, നിങ്ങളെ നശിപ്പിച്ച് നിങ്ങളുടെ കുടുംബത്തിനെതിരായിട്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട്, നിങ്ങൾക്കെതിരായിട്ട്, നിങ്ങളുടെ ജോലിക്കെതിരായിട്ട്, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരായിട്ട്, സന്തോഷത്തിന് സമാധാനത്തിനെതിരായി നിങ്ങളെ പിൻപറ്റുന്ന ഹല്ലേലൂയ പാരമ്പര്യ ശക്തികളെ, മിസ്രൈമിലെ ശക്തികളെ, ആഭിചാര ശക്തികളെ, ഹല്ലേലൂയ ശുദ്രത്തിന്റെ ശക്തികളെ എല്ലാം ഹല്ലേലൂയ ദൈവം തച്ചുടച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയൊരു രക്ഷ ദൈവം നൽകി തരുവാൻ. അതുകൊണ്ട് ഭയപ്പെടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുക. ദൈവം നിങ്ങൾക്ക് കാണുവാനിരിക്കുന്ന എന്ത് ചെയ്യുക? രക്ഷ കണ്ടുകൊള്ളുകയും നിങ്ങൾക്ക് പുറകെ വരുന്ന ശത്രുവിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നാളും കാണുക. നിങ്ങൾ നോക്കും, അന്വേഷിക്കും അവരെ, പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക? നിങ്ങൾ അവരെ കാണുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.